പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇന്നൊരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിത് കാണണം. നിങ്ങളിത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്തരത്തിലുള്ള വീഡിയോസുകൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ. നമ്മളെ വീടുകളിൽ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ, അത് ഉടുപ്പുകളാവാം, ലേഡീസിന്റെ ഡ്രസ്സുകളാവാം, സാരികളാവാം, ചുരിദാറുകളാവാം, മറ്റുള്ള ഫ്രോക്കുകൾ, കാര്യങ്ങൾ, കുട്ടികൾക്കുള്ള എല്ലാ ഡ്രസ്സുകളും, അതായത് നമ്മളെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അവരെല്ലാം ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ പഴകിപ്പോറുണ്ട്. അതായത് ചിലപ്പം ഡ്രസ്സുകൾ മേടിച്ച് 2-3 മാസം അല്ലെങ്കിൽ 1 കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അതിന് പല പല കുഴപ്പങ്ങളുണ്ടാവും. ചിലത് സ്റ്റിച്ചുകൾ ഇളകിപ്പോവും, ചിലതൊക്കെ ആണെങ്കിൽ നിറം വന്നു. അത് പെട്ടെന്നാണ് നമുക്ക് ഡ്രസ്സുകൾ നമുക്ക് ചീത്തയായി പോകുന്നത്. ആ ചീത്തയാവുന്ന ഡ്രസ്സുകൾ നമ്മൾ എന്ത് ചെയ്യും? അത് തീർച്ചയായിട്ടും നമ്മൾ ഒരു കാരണവശാലും നമ്മളെ വീടുകളിൽ, നമ്മളെ അകത്തളങ്ങളിൽ നമ്മൾ അത് അവിടെ ഇവിടെ അലക്ഷ്യമായിട്ട് നമ്മൾ വലിച്ചെറിയുന്നു. തീർച്ചയായിട്ടും അതെന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഡ്രസ്സുകളാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ കഴുകി തേച്ച് മടക്കി നമ്മൾ ഏതെങ്കിലും ഒരു വലിയ പെട്ടിക്കകത്തോ ഏതെങ്കിലും അത് ഇട്ട് വെക്കുക. അല്ലാതെ നമ്മൾ അവിടെ ഇവിടെ വലിച്ചു വാരി ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ദോഷമായിട്ട് മാറും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക. അതുപോലെ ചിലരൊക്കെ ഉണ്ട്, നമുക്ക് ചില കളറുകൾ നമുക്കുള്ള മനസ്സിന് അമിതമായി ഇഷ്ടം തോന്നും. ചില ഡ്രസ്സുകൾക്ക്, അതായത് ചില ഉടുപ്പുകൾ, ചില പാൻറ്റുകൾ, ചില ചുരിദാറുകൾ, സാരികൾ, കുട്ടികളുടെ ഡ്രസ്സുകൾ, കുട്ടികൾക്കും ഒക്കെ ചിലപ്പോൾ 1-2 ഡ്രസ്സുകളൊക്കെ അമിതമായി, അതായത് അവർക്ക് എത്ര ഇതായാലും അത് കളയാൻ മനസ്സ് വരുത്തില്ല. ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക. കാര്യം സ്റ്റിച്ച് പൊട്ടിയ ഡ്രസ്സുകളോ നിറമങ്ങിയ ഡ്രസ്സുകളോ നമ്മൾ സമൂഹത്തിൽ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മളെ പേഴ്സണാലിറ്റി അത് കുറയ്ക്കുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അത് ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് സമൂഹത്തിൽ വിലയില്ലാതാവും. അതുകൊണ്ട് നിങ്ങൾ അത് ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ നമുക്ക് ഒരുമാതിരി നല്ല, അതായത് നമുക്ക് സ്റ്റിച്ചുകളും നിറം വലിയ രീതിയിൽ മങ്ങാത്ത ഡ്രസ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചാരിറ്റി ചെയ്യുക. അതെങ്ങനെ ചാരിറ്റി ചെയ്യണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇട്ട് മുഷിഞ്ഞ് അതേ രീതിയിൽ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ അങ്ങനെ കൊടുക്കാൻ പാടില്ല. നമ്മൾ അത് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി തേച്ച് ഇസ്തിരിയിട്ട് നമ്മൾ നല്ല രീതിയിൽ വേണം അത് ചാരിറ്റി ചെയ്യാൻ. അല്ലാതെ നമ്മൾ ഇട്ട് മുഷിഞ്ഞ അതേ രീതിയിൽ നമ്മൾ ഒരു കാരണവശാലും കൊടുക്കരുത്. കൊടുത്താൽ അത് നമുക്ക് ദോഷങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പലരും ചെയ്യുന്ന കാര്യമാണ്, അതായത് ഈ തുണികൾ വാരിയിട്ട് നമ്മൾ വേസ്റ്റുകൾ കത്തിക്കുന്നതിന്റെ കൂട്ടത്തിൽ കൊണ്ടിട്ടിരിക്കുക. അത് ഒരു കാരണവശാലും നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുക. കാര്യം അങ്ങനെ തുണികൾ കത്തിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ വീട്ടിന് അമിതമാണ് ദോഷം വിളിച്ചു വരുത്തുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നമ്മളെ അയൽപക്കത്ത് തൊട്ടടുത്തുള്ള വീട്ടുകാർക്കും അത് ബുദ്ധിമുട്ടാണ്. അവർക്ക് വയസ്സായവരുണ്ടെങ്കിലോ അവർക്ക് വല്ല ആസ്മയോ മറ്റുള്ള കുഴപ്പങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് അസ്വസ്ഥതയും ഇതൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ഒന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾ നല്ല രീതിയിൽ ഈ കഴുകി വൃത്തിയാക്കി നമ്മൾ അത് സൂക്ഷിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ചാരിറ്റി ചെയ്യുക. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാവൂ. അല്ലാതെ നമുക്ക് തന്നെ ദോഷവും അയൽപക്കത്ത് ദോഷവും വരുത്തുന്ന രീതിയിൽ ഒന്നും നമ്മൾ ചെയ്യാതിരിക്കുക. നമ്മളെ കൊണ്ട് ഒരാൾക്ക് ഒരു ദോഷം വരുത്താത്തുള്ള രീതിയിൽ നമ്മൾ പെരുമാറി ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതേ വരുത്തുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ബൈ.